കോതമംഗലത്തെ വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം മതപരിവർത്തനമാണെന്ന ബന്ധുക്കളുടെ ആരോപണം അത് രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ പ്രതിച്ഛായ നഷ്ടമുണ്ടായ ബിജെപി അത് തിരിച്ചുപിടിച്ച് സഭാ നേതൃത്വത്തോട് അടുക്കാനുള്ള ആയുധമാക്കുകയാണ് വിദ്യാർത്ഥിയുടെ മരണം. ബിജെപിക്ക് പിന്നാലെ സിറോ മലബാർ സഭയുടെ കീഴിലുള്ള കത്തോലിക്ക കോൺഗ്രസും വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചു. പ്രണയിച്ച യുവാവിനൊപ്പം വീട് വിട്ട് ഇറങ്ങിപ്പോന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെങ്കിൽ മതം മാറണമെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചു. ശാരീരികമായും മാനസികമായും പീഡനത്തിനിരയായ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. നേരിട്ട പീഡനത്തെക്കുറിച്ച് വിശദമായി എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് അന്വേഷണത്തിൽ നിർണായകമായി. പ്രണയം നടിച്ച് പെൺകുട്ടികളെ മതം മാറ്റുന്ന ഗൂഢസംഘത്തിന്റെ നീക്കമായി ഇതിനെ വ്യാഖ്യാനിച്ച് ആദ്യം തന്നെ രംഗത്തെത്തിയത് ബിജെപിയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാൺ ജോർജാണ് ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത്. കത്തോലിക്ക സഭ പോലും മൗനം പാലിച്ച സമയത്തായിരുന്നു ബിജെപിയുടെ പരസ്യ പ്രതികരണം. വിശദമായ അന്വേഷണം നടത്തണമെങ്കിൽ കേന്ദ്ര ഏജൻസി തന്നെ വേണമെന്ന ആവശ്യവും ആദ്യം ഉന്നയിച്ചത് ബിജെപി. ലവ് ജിഹാദാണ് നടന്നതെന്ന് ആരോപിച്ച ബിജെപി ഈ വിഷയത്തിൽ ഒരുപടി മുന്നിലെത്തി. 2 ദിവസത്തിനിപ്പുറമാണ് സിറോ മലബാർ സഭയുടെ കീഴിലുള്ള കത്തോലിക്ക കോൺഗ്രസും ഈ കാര്യത്തിൽ പ്രതികരണവുമായി എത്തിയത്. പിന്നാലെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ പഴികെട്ട ബിജെപി സഭയിൽ വീണ്ടും പിടിമുറുക്കാനുള്ള അവസരമായാണ് ഈ നീക്കത്തെ കാണുന്നത്. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദം കത്തി നിൽക്കുന്നതിനിടയിലും കോതമംഗലത്തെ വീട്ടിലെത്തി പെൺകുട്ടിയുടെ ബന്ധുക്കളെ കണ്ടു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലവ് ജിഹാദിന്റെ പേരിൽ കത്തോലിക്ക സഭയും ബിജെപിയും കൈകോർക്കാനുള്ള സാധ്യതയാണ് ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. മതപരിവർത്തന ആരോപണമുയർന്ന കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പരാതിയുമായി മുന്നോട്ടു പോവുകയാണ് കുടുംബം. NIA അന്വേഷണത്തിലൂടെ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. കുടുംബത്തിന്റെ ആവശ്യം DGPയെ അറിയിക്കും. ഇവരുടെ ഫാമിലിയായിട്ട് ഇവരിങ്ങനെ മതം മാറ്റിക്കൊണ്ടിരിക്കണേ. ഇതിന് എൻ്റെ പെങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇവർ വേറെ അന്യമതസ്ഥയായ പെൺകുട്ടിയായിട്ട് വല്ല അടുപ്പത്തിലായി ഇങ്ങനെ മതം മാറ്റാൻ ശ്രമിച്ചിരുന്നു. ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇനി വേറൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. NIA അന്വേഷണം കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാനാകില്ലെന്ന് കുടുംബത്തെ സന്ദർശിച്ച കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. അതിൻ്റെ നിയമമുണ്ട്. ഈ NIA ഇടപെടുന്നതിന് FIRൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടപെടലുണ്ടാകുന്നത്. അപ്പോൾ FIR എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത് അതിനൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള നിയമവും പ്രൊസീജറും ഉണ്ട്. ആ തലത്തിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ എത്തുള്ളൂ. അപ്പോൾ ആ നിലവിലേക്ക് എത്തിയിട്ടില്ല. വിവാഹത്തിന് ശേഷം ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് സാധാരണയായിരുന്നു. പക്ഷേ കണ്ടീഷനിലേക്ക് വരികയും കണ്ടീഷൻ കുഴപ്പമില്ല, ഫിസിക്കലായിട്ടുള്ള ആക്രമണങ്ങൾ, മർദ്ദിക്കുക, ഇതിനുവേണ്ടി ഒത്തിരി കേസുകൾ നമുക്കറിയാം. അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയമം കൊണ്ടുവരണം. കേസിൽ തീവ്രവാദ ബന്ധം സംശയിക്കുന്നതായി സിറോ മലബാർ സഭ പ്രതികരിച്ചു. NIA അന്വേഷിക്കണമെന്ന് സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ പറഞ്ഞു. ഈ വിഷയത്തിലെ കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം തീവ്രവാദ ബന്ധങ്ങൾ അന്താരാഷ്ട്ര വിഷയങ്ങളാണ്. അന്താരാഷ്ട്ര ബന്ധം തീവ്രവാദത്തിന് എപ്പോഴും ഉണ്ട്. അപ്പോൾ സംസ്ഥാന ഏജൻസികളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിലെ ഇഫക്റ്റീവായിട്ട് ഇടപെടാനായിട്ട് സാധിക്കുന്നത് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളതുകൊണ്ട് കേന്ദ്ര ഏജൻസിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. കുടുംബത്തെ സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിവരങ്ങൾ ആരാഞ്ഞു. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായില്ല. നമുക്കൊപ്പം വിവരങ്ങളുമായി ഗുഡ് ഈവനിംഗ് സുജയ പാർവതിയിൽ ചേരുന്നു. ലേബി സജീന്ദ്രനും SS ശരണും BS രഞ്ജിത്തും. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം ലേബി സജീന്ദ്രനിലേക്ക്. ലേബി സജീന്ദ്രൻ, സഭ കടുപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ. മാത്രമല്ല ആ പെൺകുട്ടിയുടെ കുടുംബം ആത്മഹത്യാക്കുറിപ്പിലെ വാചകങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ അതെല്ലാം തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നതിലാണ് അവരിപ്പോൾ ഊന്നി നിൽക്കുന്നത്. ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായ സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ സിറോ മലബാർ സഭയുടെ ഈ വിഷയത്തിലെ നിലപാടെന്താണ്? ഗുഡ് ഈവനിംഗ് സുജയ. ഈ വിഷയത്തിൽ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് നിന്ന് ഔദ്യോഗികമായി വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും സഭയ്ക്ക് കീഴിലുള്ള സംഘടനകൾ കൃത്യമായ നിലപാടാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അൽമായരുടെ ഏറ്റവും ശക്തമായ കെട്ടുറപ്പുള്ള സംഘടനയാണ്. അതിൽ നിന്നാണ് ഏറ്റവും ശക്തമായ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വളരെ ഷാർപ്പായാണ് പ്രതികരിച്ചത്. അതുമാത്രമല്ല NIA അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെ അമിത്ഷായ്ക്ക് ഇത് സംബന്ധിച്ചുള്ള നിവേദനം തന്നെ നൽകിയിരിക്കുകയാണ്.
അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, ഇതിലൊരു തീവ്രവാദ മുഖമുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിൽ സംഘടിതമായി പെൺകുട്ടികളെ സ്നേഹം നടിച്ച മതം മാറ്റുന്നതിനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നത് ഗൗരവകരമായി അന്വേഷിക്കേണ്ടതാണ്. ഇക്കാര്യം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് NIA അന്വേഷണം ഇപ്പോൾ ഇവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് സിറോ മലബാർ സഭ ആസ്ഥാനത്ത് നിന്ന് കൃത്യമായ പ്രതികരണം ഔദ്യോഗികമായി വരുന്നില്ലെങ്കിലും സഭയ്ക്ക് കീഴിൽ നിന്ന് കൃത്യമായ നിലപാടാണ് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കൃത്യമായ നിലപാട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. സമാനമായ രീതിയിൽ തന്നെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞതിനേക്കാൾ ഒരു പടി കൂടി കടത്തിയാണ് പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സുജയ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ ഛത്തീസ്ഗഡ് മുതൽ ഇങ്ങോട്ട് ചെറിയ അസ്വാരസ്യം സഭയുമായി ഉണ്ടാകുമോ സംസ്ഥാന നേതൃത്വത്തിന് എന്ന ആശയക്കുഴപ്പത്തിനിടയിൽ സഭയുമായി വീണ്ടും BJP അടുക്കുന്നതിനുള്ള ചില സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ സംഭവത്തിൽ നിന്ന്, ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കൃത്യമായി അന്വേഷണം വേണമെന്ന് പറയുന്നു, അമിത്ഷായെ ബന്ധപ്പെടുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനേക്കാൾ കേന്ദ്ര സർക്കാരിനെ അതുപോലെ തന്നെ BJPയെ ഒക്കെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് സഭ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, വിശ്വാസത്തിലെടുക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലേബി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരൺ